എന്താണ് എന്ന് വളരെ വ്യക്തമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതുതന്നെയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശവും. സന്മനസ്സ് നമുക്കുണ്ടെങ്കിൽ സമാധാനം. മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സന്മനസ്സിൻ്റെ ഉറവിടം ദൈവമാണ്. മനുഷ്യമക്കളെ അതിയായ സ്നേഹം കൊണ്ടാണ് പാപവഴികളിൽ നിന്നൊക്കെ മാറി വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കാനും ഈശോയെ രക്ഷകനായി അനുഗമിക്കാനും എല്ലാത്തിലും ഉപരിയായി ഒത്തിരിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കാരണം ദൈവം നമ്മോട് സന്മനസ്സ് കാണിച്ചിരിക്കുന്നു. തൻ്റെ സ്വന്തം പുത്രനെ നമുക്കായി ബലിയായി നൽകാൻ ആ ദൈവത്തിൻ്റെ സന്മനസ്സിനെ എന്നും സ്തുതി പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഈ കരോൾ ഫെസ്റ്റും ക്രിസ്മസ് ദിനങ്ങളും നമ്മളെ ഏറെ സഹായിക്കട്ടെ. അച്ചടക്കത്തോടു കൂടി എല്ലാവർക്കും ആനന്ദദായകമായ രീതിയിൽ കർണാനന്ദകരവും കേൾവിക്കുമ്പോഴുമായ രീതിയിൽ ഈ കരോൾ ഫെസ്റ്റ് നടത്താൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. ആ ഒരു ചൈതന്യം, ആ ഒരു സന്മനസ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കരോൾ ഫെസ്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. വിളിച്ചു പറയുന്ന ടെസ്റ്റ് നമ്പർ അനുസരിച്ച് എത്രയും പെട്ടെന്ന് അതാത് ടീമംഗങ്ങൾ പിന്നിൽ വന്ന് നിൽക്കേണ്ടതാണ്. ക്രമമനുസരിച്ച് ഓരോ ടെസ്റ്റ് നമ്പർ പിന്നിലായി അതാത് ടെസ്റ്റ് നമ്പറുകൾ വന്ന് നിൽക്കേണ്ടതാണ്. ജഡ്ജസ് നിൽക്കുന്നുണ്ട്. ആയതുകൊണ്ട് അതാത് ടീമുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ടെസ്റ്റ് നമ്പറുകൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. മുന്നിൽ നിൽക്കുന്ന ടെസ്റ്റ് നമ്പറുകൾ കൈവശം വെച്ചിട്ടുള്ള വ്യക്തികൾ അത് ഉയർത്തിപ്പിടിക്കേണ്ടതാണ്.